കുട്ടിക്ക് 2.5 വയസ്സ് വരെ ആരെവിടെ മരിച്ചിരുന്നത്? 2.5 വയസ്സിന് ഈ കുട്ടിക്ക് വളർച്ചണ്ടായിരുന്നല്ലോ. അത് ആരായിരുന്നു മരിച്ചിരുന്നത്? പിണറായി വിജയന്റെ പാർട്ടിയല്ലേ, അച്ചുമാവനല്ലേ മരിച്ചിരുന്നത്? അന്ന് താടകവാദത്തല്ലായിരുന്നു മന്ത്രി നമ്മുടെ ശ്രീമതി ടീച്ചർ. എന്താ നിങ്ങൾ ചെയ്തത്? അട്ടപ്പാടിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? എന്താ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാം. ഇപ്പൊ 3-4 ദിവസമായിട്ടുള്ളൂ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി രമേശ് 7 മന്ത്രിമാരായിരുന്നു അട്ടപ്പാടിയിൽ ഒപ്പം പോയി പ്രത്യേക പാക്കേജ് ആണ് പ്രഖ്യാപിച്ചു. അവിടെ ഡോക്ടർമാർക്ക് 20,000 രൂപ ശമ്പളം അധികം. അട്ടപ്പാടിക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തു. അട്ടപ്പാടിയിൽ പ്രശ്നമില്ല, പരിഹരിച്ചു. അസുഖം വരുന്ന ആരെങ്കിലും കുറ്റമാണ്. മഴക്കാലമായാൽ നമുക്കൊക്കെ അറിയാം, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ ആഭ്യന്തരമന്ത്രി ആവുമ്പോൾ പനി ഇവിടെ എല്ലാവർക്കും പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇവിടെ നമ്മൾ വേനൽ പുതിയ മഴ പെയ്താൽ ഈ മാലിന്യങ്ങളൊക്കെ കുത്തിയൊഴുകി കിണറുകളിലേക്ക് പോവും, പുഴകളിലേക്ക് പോവും, തോടുകളിലേക്ക് പോവും. എല്ലാവർക്കും മലീമസം ആവാറുണ്ട്. അതാ ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും വേണ്ടില്ല, മാർക്സിസ്റ്റ് ഭരിച്ചാലും വേണ്ടില്ല, സാധാരണ ഇവിടെ നടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോഴത്തെ പനിക്ക് നിങ്ങൾക്കറിയാമോ ഇത്രയും ദ്രുതഗതിയിൽ നടപടിയെടുത്ത സർക്കാർ ഏതാണത്? ശ്രീമതി ടീച്ചർ മന്ത്രിയായില്ലേ, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? ആ സമയത്ത് എത്ര പേര് പിടിച്ചു മരിച്ചു? എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? മുഴുവൻ ആളുകൾക്കും എല്ലാ ടെസ്റ്റുകളും സൗജന്യമായി കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. മാത്രമല്ല ഇന്നലെ മുതൽക്ക് മെഡിക്കൽ കോളേജ് മുതൽക്ക് ഏത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും സായാഹ്നം വൈകുന്നേരങ്ങളിൽ പോലും OP പ്രഖ്യാപിച്ചു. മുഴുവൻ ഡോക്ടർമാരും വൈകുന്നേരങ്ങളിൽ 7 മണി വരെ 8 മണി വരെ ഗവൺമെന്റ് ആശുപത്രികളിൽ OP പരിശോധിച്ച് മുഴുവൻ ആളുകൾക്കും സൗജന്യമായി മരുന്ന് കൊടുത്ത് ഏതൊക്കെ പരിശോധന നടത്താനും സൗജന്യമായി നടത്താൻ ഈ ഗവൺമെന്റ് ചെയ്തു. ഇത്രയും കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്ന ഏതൊരു ഗവൺമെന്റ്? അച്യുതാനന്ദൻ എന്തോ പറഞ്ഞോട്ടെ, അച്യുതാനന്ദൻ പറയുന്നത് മുഴുവൻ മുഖലൊഴിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവാണെന്ന് മൂപ്പർ പറയുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ടി പോലും അംഗീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇപ്പൊ പൊട്ടിവിടുന്ന ഞങ്ങൾക്കറിയുന്ന പൊട്ടിവിടുന്നത് അച്യുതാനന്ദനാവില്ല. അച്യുതാനന്ദൻ ജീവിക്കുന്നിടത്തോളം കാലം മൂപ്പരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനായിരിക്കില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പണിയൊക്കെ തുടങ്ങുന്നു എനിക്കറിയാം. പക്ഷെ തിരിച്ച് അതൊന്നും ഇവിടെ ഏശില്ല. നിങ്ങൾ പ്രഖ്യാപിച്ച ആദ്യം 2 ആള് ജയിച്ചപ്പോൾ ഞങ്ങൾ 2 ആളുടെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞല്ലോ മൂത്രമൊഴിക്കാൻ പോകുന്ന കാര്യം. ഇങ്ങനത്തെ നാണവും മാന്യത്തെ രാഷ്ട്രീയം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്ന ആള് പറയാ 2 ആള് മൂത്രമൊഴിക്കാൻ പോയാൽ ഗവൺമെന്റ് മുഴുവൻ. ഞങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിന്റെ കേരളത്തിലെ ജനം തെരഞ്ഞെടുപ്പിലുണ്ട്. 140-ൽ 72 ആള് ഞങ്ങൾക്ക്, 68 ആള് അവർക്ക്. അപ്പൊ അത് ഭൂരിപക്ഷം ആയിരിക്കണം. അതിന്റെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആരാ? ഉമ്മൻചാണ്ടിനെ മുഖ്യമന്ത്രി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് ജനം തെരഞ്ഞെടുത്ത ശ്രീ അച്യുതാനന്ദനെ തെരഞ്ഞെടുത്തിരുന്നല്ലോ. അച്യുതാനന്ദനെ ജനം തെരഞ്ഞെടുത്തത് 68 ആളുടെ പ്രതിപക്ഷം. ആ 68 ആള് നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഒരു മന്ത്രിയുടെ എല്ലാ പവറും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് അതിനാ തെരഞ്ഞെടുപ്പ്. പക്ഷെ ഒരു കാര്യം, കേരളത്തെ ജനങ്ങളുടെ നീതിപരമായി ഇന്നൊരു മന്ത്രിയുടെ പരിപൂർണ്ണ അധികാരത്തോടെ കൂടി വെടിവെച്ചുകാരിൽ യാത്ര ചെയ്യുന്ന അച്യുതാനന്ദ, നിങ്ങളെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. പക്ഷേ നിങ്ങൾ കേരളത്തിലെ അസംബ്ലിയുടെ മൂത്രപ്പരയുടെ വാച്ചുമാരായി നിൽക്കുന്ന നാളെത്ത അവസ്ഥ നിങ്ങൾ മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മൂത്രപ്പരയുടെ വാച്ച്മാന്റെ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറും. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഷാഫി പറഞ്ഞ പോലെ തന്നെ ഇത് 5 വർഷം പൂർത്തിയാകും. പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാരാണ്. അതൊരു പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു പ്രത്യേക കാര്യം, ഈ പ്രദേശത്തെ ആളുകൾക്കറിയാം. 2 സമയത്ത് 2 ടൈമിൽ ഇവിടെ ശ്രീമാൻ CP മുഹമ്മദ് MLA ആയതാണ് ഈ ഒരു പ്രാവശ്യം മുഴുവൻ. ആ സമയത്ത് നിങ്ങൾക്കറിയാമോ അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ആ ഗവൺമെന്റിൽ അദ്ദേഹം MLA ആണ്. അതിനു മുൻപത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും ഗവൺമെന്റിലും അദ്ദേഹം MLA ആണ്. പക്ഷെ അന്നൊക്കെ എത്ര പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ ഈ നെല്ലായ പഞ്ചായത്തിൽ പോലും ചികിത്സാ ധനസഹായം UDF ഭരിക്കുന്ന കാലത്ത് CP മുഹമ്മദ് മുഖാന്തരം ശ്രീമാൻ ഉമ്മൻചാണ്ടി അവസാനത്തെ 2 വർഷക്കാലല്ലേ അനവധി പേർക്ക് ചികിത്സാ ധനസഹായത്തിന് 3000, 5000, 10000 വരെ ഓരോ ആളുകൾക്കും. ഇന്നിപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, പട്ടാമ്പിക്കാർക്ക് ആർക്കും അസുഖമില്ലാത്ത ഒരു ഇന്ത്യയിൽ